റീസെന്റ് ലോഞ്ച് ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ വിക്ടോറിയസ്, ന്യൂ വിക്ടോറിയസ്. വിക്ടോറിയസിന്റെ ബേസ് മോഡലാണ്. ബേസ് മോഡൽ മുതൽ തന്നെ ഇത്തരം, അതായത് നമുക്കൊരു വണ്ടിയുടെ ഫുൾ ഓപ്ഷനിൽ മാത്രം കണ്ടുവരുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ ബേസ് മോഡൽ മുതൽ തന്നെ ഈ വാഹനത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ മാത്രം പ്രത്യേകത. കണ്ടില്ലേ, നമുക്ക് ആ കാണുമ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇത് ബേസ് മോഡൽ മുതൽ ഇതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ കൺട്രോൾസ്, ഓയർ വീംസിന്റെ കൺട്രോൾ ആണെങ്കിലും അതുപോലെ സ്പീക്കേഴ്സ് ആണെങ്കിലും 6 സ്പീക്കറാണ് ഇതിന്റെ ബേസ് മോഡൽ മുതൽ ഈ വാഹനത്തിന് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 7-inch ഡിസ്പ്ലേ ഉണ്ട്. അത് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് എന്നാണ്. കംപ്ലീറ്റ് എസ് യു വി ആയിട്ടുള്ള മാരുതി വിക്ടോറിയസിന്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 4360 mm ലെങ്ത്തും 1795 mm വിഡ്ത്തും അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആവട്ടെ 210 mm ആണ് വരുന്നത്. അത് വീൽ ബേസ് 2600, ടെയിൽ ഗേറ്റ് ബൂട്ട് സ്പേസ് ആവട്ടെ 430 മുതൽ 460 വരെ എക്സ്പാൻഡബിൾ ആയ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ ബേസ് മോഡലാണ്, VXI വേരിയൻറ്റ്. ഇതിനകത്ത് തന്നെ ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പാർക്കിംഗ് ബ്രേക്ക് പഴയതിൽ നിന്നും മാറി ഹോൾഡിംഗ് ഫീച്ചറും പാർക്കിംഗ് ബ്രേക്കൊക്കെ വരുന്നത് ഇപ്പോൾ ബട്ടണിലാണ്. ഇതാണ് പുതിയ മാരുതി പുതിയ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന വാഹനം. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് അഡാസ് ലെവൽ 2 അവൈലബിൾ ആണ് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്.